സ്വിംഗ് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? റിസ്ക് റിവാർഡ് റേഷ്യോ. സ്വിംഗ് ട്രേഡിങ്ങിൽ മാത്രമല്ല, ഇൻട്രാഡേ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ആണെങ്കിലും എല്ലാത്തിലും റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എത്ര വലിയ ട്രേഡർ ആണെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ പലർക്കും പല നല്ല പിക്സും കിട്ടാറുണ്ട്, നല്ല രീതിയിൽ അവരത് പ്രോഫിറ്റബിളായിട്ട് എൻഡും ചെയ്യാറുണ്ട്. പക്ഷെ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ അവർ പ്രോഫിറ്റിലായിരിക്കില്ല, ലോസിലായിരിക്കും. അപ്പം നല്ല ട്രേഡ്സ് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഓവറോൾ നമ്മൾ ലോസിലേക്ക് പോകുന്നത്? നമുക്ക് പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ട്രേഡിൽ എടുക്കുന്ന റിസ്ക്കും ആ ഒരു ട്രേഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിവാർഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50,000 രൂപ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 50,000 രൂപ നമ്മൾ ആ ബിസിനസ്സിന് വേണ്ടി മുടക്കി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എത്രയായിരിക്കും? മേ ബി 50,000 തന്നെയായിരിക്കും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന പ്രോഫിറ്റ്. ചിലപ്പോൾ 1,00,000 ആയിരിക്കും. അപ്പോൾ 50,000 രൂപ മുടക്കി 1,00,000 രൂപ നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ് അല്ലേ? 50,000 രൂപ നമ്മുടെ റിസ്ക്കും 1,00,000 നമ്മുടെ പ്രോഫിറ്റും ആണ്. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ, അതായത് സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബിസിനസ് പോലെയാണ്. അപ്പോൾ നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ റിസ്ക് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യുന്ന പൈസ എങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് 200 രൂപയാണെങ്കിൽ 100:200 തന്നെ എടുക്കുക, 0 വെട്ടിക്കളഞ്ഞ് 1:2 ആണ് നിങ്ങളുടെ അവിടുത്തെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ആകുമ്പോൾ 1:2 അല്ല 1:3 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 500 രൂപ നിങ്ങളുടെ റിസ്ക്കും 3,000 റുപ്പീസ് നിങ്ങളുടെ റിവാർഡും ആയിരിക്കും. അതിനെയാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ക്യാപിറ്റൽ എല്ലാം സെയിം ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ക്യാപിറ്റൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രേഡിൽ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ChatGPT നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു ട്രേഡിൽ നമ്മൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 സ്വിംഗ് ട്രേഡ് എൻ്റർ ചെയ്യാണ്. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ 10 ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്തു, 10 സ്റ്റോക്സ് നമ്മൾ ബൈ ചെയ്തു, റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്. ഈ 10 ട്രേഡിൽ 6 ട്രേഡും നിങ്ങൾക്ക് നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 10 ട്രേഡിൽ 6 ട്രേഡും നിങ്ങൾക്ക് നഷ്ടം വന്നു. 4 ട്രേഡ് മാത്രമേ നിങ്ങൾ വിൻ ചെയ്തുള്ളൂ. 10 ട്രേഡിൽ 6 ട്രേഡ് നഷ്ടം, 4 ട്രേഡ് വിന്നും. ഏതൊരു ബിഗിനറും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 10 ട്രേഡ് ഓവറോൾ പ്രോഫിറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. അതായത് 10 ട്രേഡിൽ 6 നഷ്ടം വന്നാലും 4 മാത്രം വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് 1:2 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 6 ട്രേഡ് നിങ്ങൾക്ക് നഷ്ടം വന്നു. അപ്പോൾ 6 ട്രേഡിൽ 100 രൂപ നഷ്ടം വെച്ചിട്ട് 6 × 100 600 റുപ്പീസാണ് നിങ്ങളുടെ നഷ്ടം. റിവാർഡ് എന്ന് പറഞ്ഞാലോ 4 × 3 ദാറ്റ് ഈസ് 1,200 ആണ് നിങ്ങളുടെ ലാഭം. 600 നഷ്ടം, 1,200 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 600 രൂപ അല്ലേ? 1,200 600 കുറയ്ക്കുമ്പോൾ 600 രൂപയാണ് നിങ്ങളുടെ ഓവറോൾ പ്രോഫിറ്റ്. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഒരു സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്കിവിടെ ആ ഒരു റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഞാനൊക്കെ റിസ്ക് റിവാർഡ് വിൽക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നല്ലൊരു ബ്രേക്കൗട്ടൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങുമായിരുന്നു. പിന്നെ ഞാനൊരു 1:5 ഒക്കെ വെക്കാറുണ്ട്. നല്ല ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ട്രേഡ് ആണെങ്കിൽ ഞാനൊരു 1:5 ഒക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഈ ഒരു സീരീസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനറിൽ ഞാനൊരു സ്റ്റോക്ക് നോക്കിയപ്പോൾ പറഞ്ഞൊരു സ്റ്റോക്കാണ് ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഈ ഒരു ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മുടെ ഏകദേശം ഒരു ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഇന്നലെയൊക്കെ നന്നായിട്ട് പറന്നൊരു സ്റ്റോക്കാണ്. ഇത് നോക്കിക്കേ, ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പാറ്റേൺ, ഒരു അല്ലെങ്കിൽ ഡബിൾ ബോട്ടം പാറ്റേൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു സ്ക്രീനിൽ ആ സമയത്ത് എനിക്ക് 631 ലെവലിലാണ് ഞാൻ എൻ്റർ ചെയ്തത്. അപ്പോൾ 631 ആണ്
ഞാൻ എൻ്റർ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു ലെവലിലാണ് ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ എൻ്റർ ചെയ്തത്. ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 672 ആണ്. പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് 672 ഒക്കെ അടിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു റാലി ചിലപ്പോൾ ബ്ലാക്ക് ബക്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് നാളുകൂടി ഹോൾഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റലൊക്കെ നോക്കി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റോക്കാണ് ബ്ലാക്ക് ബക്ക്. അപ്പോൾ ഞാനിവിടെ ചാറ്റ് GPT ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുകയാണ്. എൻ്റെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് 631 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നമുക്ക് ചാറ്റ് GPT അടുത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ചാറ്റ് GPTക്ക് ഒരു പ്രോംപ്റ്റ് കൊടുത്തേക്കാണ്. ഐ ഹാവ് 1 lakh rupees. ഐ നീഡ് ടു എൻ്റർ സ്വിംഗ് ട്രേഡിംഗ് ഇൻ ബ്ലാക്ക് ബക്ക് സ്റ്റോക്ക്. മൈ ബൈ പ്രൈസ് ഈസ് 631. ഗിവ് മീ അപ്രോപ്രിയേറ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പോൾ നമുക്ക് ചാറ്റ് GPT ഇത് സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ചാറ്റ് GPT പറയുന്നത് 1:2 റിസ്ക് റിവാർഡ് വെക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് നിങ്ങളുടെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് 2,000 രൂപയാണ് നിങ്ങളുടെ മാക്സിമം റിസ്ക്. ഇപ്പോൾ നമ്മൾ ചാറ്റ് GPTക്ക് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ചാറ്റ് GPT പറഞ്ഞത് 1:2% റിസ്ക് റിവാർഡ് എടുക്കാനാണ്. അതായത് 1,00,000 രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് 2,000 റുപ്പീസാണ്. അതായത് ഒരു ട്രേഡിൽ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങളുടെ റിസ്ക് ഏകദേശം 25 രൂപയാണ്. അതായത് 631 രൂപയ്ക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ 606 രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് 25 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 80 ഷെയർ വാങ്ങാമെന്നാണ് ചാറ്റ് GPT പറയുന്നത്. അതായത് 80 ഷെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1,00,000 രൂപ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഏകദേശം 50,480 രൂപയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അതായത് 80 ഷെയർ ഇൻറ്റു 631 ഏകദേശം 50,000 രൂപയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോ ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 631 രൂപ നിങ്ങളുടെ ബൈ പ്രൈസ്, 606 രൂപ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, 681 രൂപ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ ഈ ഒരു 1:2 ടാർജറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത് 1:3 ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 706 രൂപ നിങ്ങളുടെ ടാർജറ്റ് വയ്ക്കാം. അപ്പോൾ കറണ്ട് സിറ്റുവേഷന് എൻ്റെ ടാർജറ്റ് ഒരെണ്ണം അടിച്ച് കഴിഞ്ഞു. അപ്പോൾ 706 ആണ് എൻ്റെ അടുത്ത ടാർജറ്റ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ സ്റ്റോപ്പ് ലോസും അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് വയ്ക്കുക. അതായത് 706 നിന്ന് 25 രൂപ കുറച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, പുതിയ സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രെയിൽ ചെയ്യുക. അതിങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നല്ല എൻട്രി കിട്ടി, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ സ്റ്റോക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വൺസ് ഇപ്പോൾ എൻ്റെ 681 ടാർജറ്റ് ഇപ്പോൾ അടിച്ച സ്ഥിതിക്ക് ഇനി എൻ്റെ ടാർജറ്റ് 706 ആണ്. അപ്പോൾ എൻ്റെ റിസ്ക് വീണ്ടും കുറച്ച് ഞാൻ വെക്കുകയാണ്. അതായത് വീണ്ടും ഈ കറണ്ട് പ്രൈസ്, അതായത് എൻ്റെ എൻട്രി പ്രൈസ് 681 ആക്കിയിട്ട് ഞാൻ വീണ്ടും റിസ്ക് റിവാർഡ് 1:2 ചേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് SL ട്രെയിൽ ചെയ്ത് അങ്ങനെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ബ്ലാക്ക് ബക്ക് സ്റ്റോക്ക് നോക്കിയാൽ അറിയാം 683 ലെവലിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 706 ഈ ഒരു ലെവലാണ് അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ടാർജറ്റാണ്. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത കൈൻഡ് ഓഫ് SL ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഏതാണ് MOL ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിരുന്നു. അതും നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മുകളിൽ ഒരു സ്വിങ് ഹൈ ഉണ്ട്. ആ ഒരു ലെവൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് അവിടെ നിന്ന് റിജക്ഷൻ വന്നു, പക്ഷേ നമ്മുടെ ടാർജറ്റ് അടിച്ചു എന്നുള്ളതാണ്. ഇതും ഈ പറഞ്ഞ പോലെ റിസ്ക് റിവാർഡ് റേഷ്യോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 50,000 1,00,000 ഇല്ല 50,000 ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPTയോട് ചോദിക്കാം. അല്ല നിങ്ങളുടെ 10,000 രൂപയാണ് നിങ്ങളുടെ പ്രൈസ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPTയോട് ചോദിക്കാം. അപ്പോൾ MOL ഇന്ത്യ നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ PSP പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കിയിരുന്നു. PSP പ്രൊജക്ട്സ് നോക്കുമ്പോൾ ബ്രേക്കൗട്ട് ആയിട്ടില്ല, ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കിയത് മദർസൺ സുമി എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. അതും ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞ് ഹൈയിലെത്തി വീണ്ടും റീട്രേസ്മെൻറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ നോക്കിയത് എനിക്ക് തോന്നുന്നു PSU ബാങ്ക്സ്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, കാനറ ബാങ്കൊക്കെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിലാണ് നമ്മൾ നോക്കിയത്. ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട് കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഒക്കെയാണ് നോക്കിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാനറ ബാങ്ക് എനിക്ക് ഓർമ്മയുണ്ട്, യൂണിയൻ ബാങ്ക് ആ ലെവലിൽ തന്നെയാണ്, മുകളിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റീസെൻ്റ്ലി നോക്കിയ സ്റ്റോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 സ്റ്റോക്കിൽ നിങ്ങൾ എൻട്രി ചെയ്തു,
പക്ഷേ 6 സ്റ്റോക്കും നിങ്ങൾക്ക് ലോസായാൽ പോയാൽ പോലും നിങ്ങൾ ഓവറോൾ എന്തിലായിരിക്കും, പ്രോഫിറ്റിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർ റിസ്ക് റിവാർഡ് നോക്കി നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഒരു പാസീവ് ഇൻകം ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫുൾ സീരീസ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഞാൻ ഏകദേശം ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.